ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 26-27 തീയതികളിലായി നടന്ന UGC നെറ്റ് എക്സാമിൽ പേപ്പർ 1ന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ സെയിം ടോപ്പിക്കുകളിൽ നിന്ന് ജാനുവരി 2025 എക്സാമിലും അതുപോലെ തന്നെ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ഫസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ സ്വയംപ്രഭ ചാനൽസ്, MOOC MOOC അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലൂംസ് ടാക്സോണമി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. കാരണം 25th-നും 26th-നും 27th-നും ബ്ലൂംസ് ടാക്സോണമിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ടോപ്പിക് പഠിക്കുക. അതുപോലെ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻഡ്രഗോഗി, പെഡഗോഗി ആൻഡ് ഹ്യൂട്ടഗോഗി ആണ്. സോ ഈ ഒരു ടോപ്പിക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ടൈപ്പ് ആണ്. ഇവാലുവേഷൻ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 25th അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, നോം റെഫറൻസ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയ റെഫറൻസ് ഇവാലുവേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇവാലുവേഷൻ. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഇവാലുവേഷനെ പറ്റിയിട്ട് നമ്മൾ ഇവാലുവേഷൻ ടൈപ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ട് ടൈപ്പ് പക്ഷേ ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് ക്വസ്റ്റ്യനുകളിൽ കണ്ടിട്ടുണ്ട്. ആ 2 ടൈപ്പാണ് ഒതന്റിക് അസസ്മെൻറ്റും അതുപോലെ ഇപ്സാറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. സോ നമുക്ക് എന്താണ് ഒതന്റിക് അസസ്മെന്റ് നോക്കാം. It is a method that attempts to measure how well students can apply their knowledge in different scenarios. അതായത് സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യങ്ങൾ അവർക്കത് എത്രത്തോളം നന്നായിട്ട് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ഒതന്റിക് അസസ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ടു അച്ചീവ് ദിസ് ദ ടീച്ചർ മസ്റ്റ് ക്രിയേറ്റ് ടാസ്ക് ആൻഡ് അസൈൻമെന്റ്സ് ദാറ്റ് മിമിക് എ റിയൽ വേൾഡ് എൻവിയോൺമെന്റ്. അതായത് ഈ ഒരു അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ അതിനനുസരിച്ചുള്ള ടാസ്കുകൾ അതുപോലെ അസൈൻമെന്റ്സ് റിയൽ വേൾഡിൽ എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, അത് എത്രത്തോളം നന്നായിട്ട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ ഇറ്റ് എംഫസൈസസ് ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണാതെ പഠിച്ചു വെച്ചതോ അങ്ങനെയല്ല ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ഉള്ളത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കി അത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് എത്രത്തോളം നന്നായിട്ട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നു എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ സ്റ്റുഡൻസ് തോട്ട് പ്രോസസ്സസ് ആൻഡ് ദ വേ ദേ കമ്മ്യൂണിക്കേറ്റ് വാട്ട് ദേ ഹാവ് ലേൺ. It also provides a more complete approach for teachers to assess and critique students' performance. Teachers provide a score, but they must explain why they give that score. അതായത് ഈ ഒരു അസസ്മെന്റിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് സ്കോർ കൊടുക്കും. സോ സ്കോർ എന്നുള്ളത് എന്താ പറയുക, കുറേ ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്ത് കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം, സ്റ്റുഡൻസിനോട് പറയണം എന്തുകൊണ്ടാണ് ഈ സ്കോർ ഇത്രയും സ്കോർ നിങ്ങൾക്ക് കിട്ടിയത്, ഇനി കുറവാണെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ സ്റ്റുഡൻസ് ആർ ഇൻ പുട്ട് അണ്ടർ പ്രഷർ ടു മെമ്മറൈസ് മാസീവ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ് ഇൻ എ ടൈം റിട്ടൺ എക്സാം. നമുക്കറിയാം റിട്ടൺ എക്സാം ഒക്കെ സമയത്ത് മുന്നത്തെ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ രീതി എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാംസ് ആയിരുന്നു. അപ്പോൾ ഈ കാണാതിരുന്ന് പഠിക്കാതെ വന്ന് അങ്ങനെ എഴുതുക, അതിൽ കിട്ടുന്ന മാർക്കാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അത് എത്രത്തോളം നന്നായിട്ട് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ അസസ്മെന്റ് ഈസ് ഓഫൺ റിലേറ്റഡ് ടു ദി വർക്ക് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതാണ് ഒതന്റിക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇപ്സാറ്റീവ് അസസ്മെന്റ്. ഇപ്സാറ്റീവ് അസസ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് മാസ്റ്ററി, ഇൻസ്ട്രക്ടേഴ്സ് can use ipsative assessments to track student progress over time. Ipsative derives from the Latin word ipse, meaning of the self. In education, ipsative refers to comparing an individual's performance against their own past performance. So ipsative assessment എന്ന് പറയുമ്പോൾ കൂടുതലും സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ക്ലാസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ എടുക്കില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സ്കോർ അത് നമ്മൾ വാല്യൂ ചെയ്തിട്ട് അത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി നന്നായിട്ട് ഏതൊക്കെ ഏരിയയിലാണ് വീക്കായി പോയിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വീക്കായിട്ടുള്ള ഏരിയാസ് ഒക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് അടുത്ത എക്സാമിന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അവർ സ്വന്തം സെൽഫ് പെർഫോമൻസ് ആണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫോമൻസിൽ നിന്ന് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ് ഗെയിൻ മോട്ടിവേഷൻ ഫ്രം ഫോക്കസിങ് ഓൺ സെൽഫ് ഇംപ്രൂവ്മെന്റ്. അപ്പം ഇങ്ങനെ ഒരു ഇവാലുവേഷൻ അവർ ചെയ്യുന്നത് വഴി അവർക്ക് എന്തുണ്ടാവും, ഒരു സെൽഫ് മോട്ടിവേഷൻ. ഓക്കെ, മാർക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു മോട്ടിവേഷൻ സ്റ്റുഡൻസിന് ഉണ്ടാക്കും. ഓക്കെ, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഒരു കാര്യമാണ് അല്ലേ ഇപ്സാറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്ന ഒരു രീതി തന്നെയാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ടെക്നിക്സ് ട്ടോ.
അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ പ്രോസസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത് ആ സ്റ്റെപ്സ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ കെനോട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കെനോട്ടേഷൻ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ല വെച്ചാൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഡിനോട്ടേഷൻ ആൻഡ് കെനോട്ടേഷൻ. So denotation is concerned with explicit meaning and connotation tends to be concerned with the implicit meaning. Denotation എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്ന് പറയില്ല, അതായത് മീൻ ചെയ്യുക. ആ ഒരു ആ ടേം എന്താണ് മീൻ ചെയ്യുന്നത്, അതിന്റെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് ഡിനോട്ടേഷൻ എന്നുള്ളത് കൊണ്ട്. എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, എന്നാൽ കെനോട്ടേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇംപ്ലിസിറ്റ് മീനിങ് ആണ്, ഇന്നർ മീനിങ്. എന്താണ് ആ ഒരു ടേമിന്റെ ഇന്നർ മീനിങ് വരുന്നതാണ് കെനോട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ the word home for instance has a denotation of the place such as a house or apartment where a person lives. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുക വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡിനോട്ടേഷൻ മീനിങ് വരുന്നത് എന്താണ്, ദ പ്ലേസ്. അതൊരു പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആവാം, എവിടെയാണോ ഞാൻ താമസിക്കുന്നത് ആ ഒരു പ്ലേസ് എന്നാണ് ഡിനോട്ടേഷനിലൂടെ മീൻ ചെയ്യുന്നത്. എന്നാൽ കെനോട്ടേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതല്ല. കെനോട്ടേഷൻ എന്നുള്ളത് പറയുന്നത് ഇന്നർ മീനിങ് ആണ്. അതായത് ചിലപ്പോൾ വാം, സെക്യൂരിറ്റി, ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറേ ആളുകൾ അടങ്ങുന്ന ഒരു സ്ഥലം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് കെനോട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിനോട്ടേഷൻ ആൻഡ് കെനോട്ടേഷൻ കേട്ടോ. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. കെനോട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നർ മീനിങ് ആണ്. അപ്പോൾ ഒന്ന് എക്സ്പ്ലിസിറ്റും ഒന്ന് ഇംപ്ലിസിറ്റും ആണ്, ഇംപ്ലിസിറ്റ് മീനിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് മുന്നത്തെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ നെക്സ്റ്റ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ച് റിലേറ്റഡ് ആയിട്ട്. ടൈപ്സ് ഓഫ് റിസർച്ച് എക്സ്പ്ലനേറ്ററി ആൻഡ് ആക്ഷൻ റിസർച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് റിസർച്ചിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ അടുത്ത ദിവസം വേറൊരു ടൈപ്പ് ആവും ചോദിക്കുന്നുണ്ടാവുക. നമ്മൾ ഏകദേശം ഒരു 28 ടൈപ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലേഗറിസം ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേഗറിസം ലെവൽസ് 25th അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. പക്ഷേ 26th 27th പ്ലേഗറിസം ലെവൽസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ ജാനുവരിയിലെ എക്സാമിനാണെങ്കിലും കഴിഞ്ഞ ജൂണിലെ എക്സാമിനാണെങ്കിലും പ്ലേഗറിസം ലെവൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ പ്ലേഗറിസം റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലേഗറിസം ലെവൽ, കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ എക്സാം സമയത്ത് ഒരു വർഷം 1.5 വർഷം മുന്നേ ഒക്കെ പ്ലേഗറിസം, ടൈപ്സ് ഓഫ് പ്ലേഗറിസം അതൊക്കെ റിലേറ്റഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ ലെവൽസ് ഓഫ് പ്ലേഗറിസത്തിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്ലേലിസ്റ്റിലുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കാണുക. ഓക്കെ, കാരണം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത സ്ലൈഡുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോവാരിയൻസ്, പിന്നെ അതുപോലെ R², അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഈ 3 ഫോമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെന്ന് നമ്മൾ 25th അനാലിസിസിൽ എക്സാമ്പിൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 25th അനാലിസിസ് വീഡിയോ കാണുക. അതിൽ ഈ 3 ഫോമുലേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചിട്ട് പോകട്ടെ ഈ 3 ഫോമുല. ഇത് കൂടാതെ കൊമേഴ്സിന്റെ എക്സാമിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. സോ നമുക്ക് ആ ഫോമുല കൂടി ഒന്ന് നോക്കാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, ആൻഡ് വാരിയൻസ് SB² ആ കാൽക്കുലേറ്റഡ്. ആ ഫോമുലയാണ് പഠിച്ചു വെക്കുന്നത് കേട്ടോ. മീൻ കണ്ടുപിടിക്കുന്ന ഫോമുല എന്ന് പറയുന്നത് NP ആണ്. സിമ്പിൾ ഫോമുലയാണ് മീൻ NP. ഓക്കെ, വാരിയൻസ് ആകുമ്പോൾ NP × 1 - P. ഈ 1 - P നമ്മൾ Q എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്, N × P × Q. ഓക്കെ, മീൻ എന്ന് പറഞ്ഞാൽ N × P, വാരിയൻസ് എന്ന് പറഞ്ഞാൽ N × P × Q. ഓക്കെ, N എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സെറ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രയൽസ് ആണ്. P എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ആണ്. Q എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 1 - P ആണ്. ഇനി ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ എന്താ പറയുക, ഒരു ടേബിൾ ആയിട്ടാണ്. ടേബിളിൽ NP വാല്യൂസ് അങ്ങനെ തന്നിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പുറത്ത് ഇത് ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതായത് മീൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ NP വാല്യൂ ഫോമുല അറിഞ്ഞാൽ മതി. NP ഇൻഡ്യൂ ചെയ്യുക, ഇപ്പുറത്തെ മീനിൽ നിന്ന് നമ്മൾ ആൻസർ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഇനി അതല്ലാതെയും ക്വസ്റ്റ്യൻസ് വരാം, ഡയറക്ട്ലി N ഇത്ര P ഇത്ര തന്നിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോമുല പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല മീൻ NP, വാരിയൻസ് ആണെങ്കിൽ NPQ. ഇനി നമുക്ക് കെനോട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സോ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് കെനോട്ടേഷൻ. കെനോട്ടേഷൻ കുറഞ്ഞു വരുന്നതിനനുസരിച്ച്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആ ഒരു രീതിയിൽ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ടേംസ് ആയിട്ട് തന്നിട്ടുള്ളത് പോളിഗൺ, റെക്റ്റാങ്കിൾ, ജിയോമെട്രി, സ്ക്വയർ. അപ്പോൾ കെനോട്ടേഷൻ
എന്താ പറയുക, കൂടുക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നർ മീനിങ് കൂടുതലാണ് അല്ലെ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കെനോട്ടേഷൻ കൂടിയ വേർഡ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കെനോട്ടേഷൻ കുറഞ്ഞത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഇത് നോക്കി നോക്കൂ, ഇതിൽ ഏതാ ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഏത് ടേം ആയിരിക്കും? അത് ജിയോമെട്രി ആയിരിക്കും അല്ലെ. ജിയോമെട്രി എന്നുള്ളത് പറയുന്നത് മാത്സിലെ ഒരു ബ്രാഞ്ച് ആണ് ജിയോമെട്രി എന്ന് പറയുന്നത്. അത് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതായിരിക്കും ഏറ്റവും ചെറുത്, അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ സി ലാസ്റ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഫോർത്ത് ഓപ്ഷൻ ആണ്. അപ്പൊ അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അതെ, ഫോർത്ത് ഓപ്ഷൻ DBAC ആണ് ഓർഡർ വരുന്നത്. ഇനി നമുക്ക് പ്ലേഗറിസം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു UGC റെഗുലേഷൻ 2018 on plagiarism, which of the following percentages of similarity in a research article would result in debarring a university teacher from supervising a PhD student for a period of 2 years? Options are 27%, 38%, 44% and 65%. സോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 44%. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ലെവൽസ്, 4 ലെവൽസ് ആണ് ഉള്ളത്. സോ ആ ലെവൽസ് ഏതൊക്കെയാണെന്ന് അറിയണം, ഓരോ ലെവലും ഏത് പെർസെൻറ്റേജിനുള്ളിലാണ് ഓരോ ലെവൽ വരുന്നത് എന്ന് അറിയണം, അതിൽ ഏത് പെർസെൻറ്റേജിലാണ് ഇത് പെടുന്നത് നോക്കണം, എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേഗറിസം ലെവൽസ് എന്ന് പറഞ്ഞ വീഡിയോ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേഗറിസം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആസ് പെർ ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC പ്ലേഗറിസം 2018, a university teacher will not get an annual increment if his research paper has dash similarity. Okay, 62%, 34%, 48% and 80%. സോ ഇവിടെ ആൻസർ വരുന്നത് 62% എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആസ് പെർ ദ UGC പ്ലേഗറിസം 2018 on plagiarism, if a student submit a thesis with how much percent similarity among the people, then a revised thesis must be submitted within 6 months. 9%, 13%, 42%, 47%. സോ ഇവിടെ ആൻസർ വരുന്നത് 13% എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ആ ഒരു വീഡിയോ ആ ഒരു കാര്യം, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ലൈക്ലി ടു ഹാവ് എ മാക്സിമം ബയാസ്. ഇത് സാമ്പിളിംഗ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുന്നത്തെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളോട് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ബയാസിന് ചാൻസ് കൂടുതലുള്ള, ബയാസ് വരാൻ സാധ്യത കൂടുതലുള്ളത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബയാസ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് നോൺ റാൻഡം സാമ്പിളിംഗിലാണ് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് നോൺ റാൻഡം സാമ്പിളിംഗിൽ വരുന്നത്, അതായിരിക്കും ആൻസർ എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ഇതെല്ലാം റാൻഡം സാമ്പിളിംഗ് ആണ് അല്ലെ. ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ് എല്ലാം റാൻഡം സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗ് അതാണ് നോൺ റാൻഡം സാമ്പിളിംഗിൽ വരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും, സ്നോബോൾ സാമ്പിളിംഗ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് റിലേറ്റഡ് ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ നമുക്ക് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2ൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, എന്താ മീനിങ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ പറയുന്നത് ഡിവൈഡിങ് പോപ്പുലേഷൻസ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ് ദാറ്റ് ആർ ഇൻഡിവിജ്വലി മോർ ഹോമോജീനിയസ് ദാൻ ദ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ഫ്രം ഈച്ച് ഓഫ് ദം. അടുത്തത് തന്നിരിക്കുന്നത് സെലക്ടിങ് എവറി nth ഇൻഡിവിജ്വൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ D എന്നുള്ളത് 2 ആയിരിക്കും. D2 രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫോർത്ത് ഓപ്ഷൻ നോക്കൂ, ഈക്വൽ ചാൻസ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. എല്ലാ പാർട്ടിസിപ്പന്റിനും ഈക്വൽ ചാൻസ് കിട്ടുന്ന ഇതാ റാൻഡം സാമ്പിളിംഗ് ആണ് അല്ലെ. A എന്നുള്ളതാണ് 4 വരുന്നത്. അപ്പൊ A4ഉം D2 ആയിട്ട് വരുന്നത് ഏതാ നോക്കുക. A4ഉം D2 വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ആൻസർ എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടെണ്ണം ബാക്കിയുള്ളത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗും ഉണ്ട്, ക്ലസ്റ്റർ സാമ്പിളിംഗും ഉണ്ട്. സോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഡിവൈഡിങ് പോപ്പുലേഷൻ ഇൻ ടു സബ് ഗ്രൂപ്പ്, അതിന് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുക, ദാറ്റ് ആർ ഇൻഡിവിജ്വലി മോർ ഹോമോജീനിയസ് ദാൻ ദ പോപ്പുലേഷൻ ആൻഡ് ദ സാമ്പിളിംഗ് ഫ്രം ഈച്ച് ഓഫ് ദം. ഓക്കെ, അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, സാമ്പിൾസ് എടുക്കുന്നു. പിന്നെ ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണെങ്കിൽ sampling is used when population is divided into smaller groups which share some common characteristics. Okay, അപ്പോൾ അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് രണ്ടിന്റെയും സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ടൈപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. ഇനി അടുത്തത്
പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ SDG ആൻഡ് MDG റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യുറേനിയം 235 എന്താ യുറേനിയം 235 എന്ന് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ പാരീസ് എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാരീസ് എഗ്രിമെന്റ് എന്താണെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ സീസ്മിക് വേവ്സ്, എർത്ത് ക്വേക്കിന്റെ സീസ്മിക് വേവ്സ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ഈ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്? വെൻ ദ എർത്ത് റംബിൾസ് സീസ്മിക് വേവ്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് ഇറ്റ്സ് മെസ്സേജ് റിപ്ലിംഗ് ത്രൂ ദ ഗ്രൗണ്ട്. അതായത് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ വേവ്സിലൂടെയാണ് ഈ മെസ്സേജ്, അതായത് എർത്ത് ക്വേക്ക് ഉണ്ടായി എന്നുള്ളൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് എങ്ങനെയൊക്കെ വെച്ചാൽ റിപ്ലിംഗ് ത്രൂ ദ ഗ്രൗണ്ട്, ഷേക്കിംഗ് ബിൽഡിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് അവർ പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ എമംഗ് ദീസ് വേവ്സ് P വേവ്സ് ആൻഡ് S വേവ്സ് ഉണ്ട്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് വേവ്സ് സീസ്മിക് വേവ്സിൽ വരുന്നുണ്ട്. P വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി വേവ്സ് ആണ്. ആൻഡ് ട്രൂ ടു ദ നെയിം ഇറ്റ് ഇസ് എ ഫസ്റ്റ് സീസ്മിക് വേവ് ടു അറൈവ് അറ്റ് എ റെക്കോർഡിംഗ് സ്റ്റേഷൻ ആഫ്റ്റർ ആൻ എർത്ത്ക്വേക്ക് ഒക്യൂർ. ഓക്കെ, അതാണ് P വേവ് എന്ന് പറയുന്നത്. ഇനി S വേവ് ആണെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡറി വേവ് ബിക്കോസ് ഇറ്റ് അറൈവ്സ് ആഫ്റ്റർ ദ P വേവ്. P വേവിന് ശേഷം വരുന്നതാണ് S വേവ് എന്ന് പറയുന്നത്. ഓക്കെ, P വേവ് S വേവ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക് നോയ്സ് പൊല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ? അൺവാണ്ടഡ് ഓർ എക്സസീവ് സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുക. ഹ്യൂമൻ ഹെൽത്തിനും വൈൽഡ് ലൈഫിനും അതുപോലെ എൻവയോൺമെന്റ് ക്വാളിറ്റിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB, ആ ഒരു പേരൊന്ന് നോട്ട് ചെയ്യണേ. ഇറ്റ് റെഗുലേറ്റ്സ് നോയ്സ് ലെവൽസ് ത്രൂ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് എൻഷുറിംഗ് പെർമിസിബിൾ ലിമിറ്റ്സ് ആർ മെയിൻറ്റെയിൻ അക്രോസ് റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സൈലൻസ് സോൺ. ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ CPCB പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഡേ ടൈമിലും നൈറ്റ് ടൈമിൽ എത്ര ലിമിറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, കൊമേഴ്സ്യൽ ഏരിയയിൽ എത്രയാണ്, റെസിഡൻഷ്യൽ ഏരിയയിൽ സൈലൻസ് സോൺ, അങ്ങനെ മെയിൻറ്റെയിൻ ഒരു ലിമിറ്റ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിന്ന് ഈ നോയ്സ് പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോസ്ഡ് ബൈ നോയ്സ് പൊല്യൂഷൻ? നോയ്സ് പൊല്യൂഷൻ കാരണം ഉണ്ടാവാത്ത അസുഖം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്രോങ്കൈറ്റിസ് ആണ്. ബ്രോങ്കൈറ്റിസ് എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ്, നോയ്സ് പൊല്യൂഷൻ അല്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. പിന്നെ അപ്പോൾ നോയ്സ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഇൻസോമാനിയ, അതൊക്കെ നോയ്സ് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ് കേട്ടോ. ഉണ്ടാവാത്തത് ബ്രോങ്കൈറ്റിസ് ആണ്. സോ ആൻസർ ബ്രോങ്കൈറ്റിസ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡീസസ് റെപ്രസെന്റ് ദ ബാക്ക്ഗ്രൗണ്ട് ലെവൽ ഓഫ് നോയ്സ് പൊല്യൂഷൻ? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഡീസ് ആണ് ബാക്ക്ഗ്രൗണ്ട് ലെവൽ ഓഫ് നോയ്സ് പൊല്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. L90. ഓക്കെ, ആ ഇൻഡീസസ് എന്ന് പറയുന്നത് L90 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോയ്സ് പൊല്യൂഷൻ എന്ന് വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് സൗണ്ട്? ഇവിടെ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 10 decibel increase in sound is equal to 10-fold increase in sound intensity. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് 20 decibel increase in sound is equal to 20-fold increase in sound intensity. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലൗഡ്നെസ് ഈസ് എ ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി. അത് കറക്റ്റ് ആണ്, നമുക്കറിയാം അല്ലേ? നമ്മൾ സൗണ്ട് ഇന്റൻസിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ കേൾക്കുന്ന ആ ലൗഡ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഓഡിബിൾ സൗണ്ട് റേഞ്ചസ് ബിറ്റ്വീൻ 20 Hz to 20K Hz. ഇനി അടുത്തത് സൗണ്ട് ബിലോ 20 Hz ഈസ് കോൾഡ് അൾട്രാ സൗണ്ട് വൈൽ എബോവ് 20 Hz ഈസ് കോൾഡ് ഇൻഫ്രാ സൗണ്ട്. സോ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. എന്താണ് ഇൻഫ്രാ സൗണ്ട് എന്നും അൾട്രാ സൗണ്ട് എന്നും താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്താണ് ഇൻഫ്രാ സൗണ്ട്, എന്താണ് അൾട്രാ സൗണ്ട് ഉള്ളത്, അത് നേരെ തിരിച്ചാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രീൻ മഫ്ലർ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫോളോയിങ്. എന്തിനാണ് ഗ്രീൻ മഫ്ലർ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് നോയ്സ് പൊല്യൂഷൻ ആണ്. സോ എന്താ ഗ്രീൻ മഫ്ലർ എന്ന് പറയുന്നത്? അത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ മഫ്ലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ മെഷർ ഓഫ് സൗണ്ട് പ്രൂഫിംഗ്. ഒരു കൈൻഡ് ഓഫ് സൗണ്ട് പ്രൂഫിംഗ് ആണ് വിച്ച് ഇസ് ഡൺ ബൈ പ്ലാന്റിംഗ് ട്രീസ് ഓൺ ദ സൈഡ് ഓഫ് റോഡ്. റോഡിന്റെ രണ്ട് സൈഡിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണ്? ഒരു സൗണ്ട് പ്രൂഫിംഗ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു എങ്ങനെയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ദീസ് ആർ ദ സീരീസ് ഓഫ് ട്രീസ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ് നോയ്സ്. ട്രീസിന് എന്തിനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്? നോയ്സ് അബ്സോർബ് ചെയ്യാൻ, അതുപോലെ റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ ഫോർ ദ കമ്മ്യൂട്ടർ ബൈ ഓൾമോസ്റ്റ് 50%. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? റോഡുകളുടെ രണ്ട് സൈഡിലായിട്ട് എന്ത് നട്ടുപിടിപ്പിക്കുന്നു? ട്രീസ് നട്ടുപിടിപ്പിക്കുന്നു. അപ്പോൾ ഇത് നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതാണ് ഗ്രീൻ മഫ്ലർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ സോളാർ റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ട് വേവ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇവിടെ തന്നിട്ടുള്ള നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതിൽ റേഡിയോ വേവ്സ്, ഗാമ റേസ്, അതുപോലെ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, എക്സ്റേസ് ഇതിനെല്ലാം പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് pH സ്കെയിൽ ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സോ pH സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മെഷേഴ്സ് ഹൗ അസിഡിക് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഒരു ഒബ്ജക്റ്റിന്റെ അസിഡിറ്റി അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഒബ്ജക്ട്സ് ദാറ്റ് ആർ നോട്ട് വെരി അസിഡിക് ആർ കോൾഡ് ബേസിക്. ദ സ്കെയിൽ ഹാസ് വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0 to 14. 0 എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് അസിഡിക്കും അതുപോലെ 14 എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക്കും ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പ്യുവർ വാട്ടർ ഹാസ് എ pH വാല്യൂ ഓഫ് 7. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, ഏറ്റവും മിഡിലിൽ നിൽക്കുന്നത്. ഓക്കെ, ദിസ് വാല്യൂ ഈസ് കൺസിഡേർഡ് ന്യൂട്രൽ. പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ ഇത് ന്യൂട്രൽ ആയിട്ടാണ് കണക്കാക്കുന്നത്, അതായത് നൈദർ അസിഡിക് നോർ ബേസിക്. ഓക്കെ, ന്യൂട്രൽ ആണ്. ഇനി അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ എത്ര? 7 ആണ്. ഇത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല, നൈദർ അസിഡിക് നോർ ബേസിക് ആണ്. ഓക്കെ, ഇനി നോർമൽ ക്ലീൻ റെയിൻ, അതായത് റെയിൻ വാട്ടർ, മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളം ഉണ്ടല്ലോ, മഴവെള്ളം, അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 5 and 5.5 ആണ്. ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. വിച്ച് ഈസ് സ്ലൈറ്റ്ലി അസിഡിക്. ഇത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ഓക്കെ, however when rain combines with sulfur dioxide or nitrogen oxide, ആ രണ്ട് ഇതും ഓർത്ത് വെക്കുക കേട്ടോ. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പവർ പ്ലാന്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ദ റെയിൻ ബിക്കംസ് മച്ച് മോർ അസിഡിക്. എന്തുകൊണ്ടാണ് കൂടുതൽ അസിഡിക് ആവുന്നത്? ഈ രണ്ട് കമ്പോണൻസ് കാരണമാണ് എന്താ റെയിൻ വാട്ടർ കൂടുതൽ അസിഡിക് ആവുന്നത്. ഓക്കെ, typical acid rain has a pH value of 4. A decrease in pH values from 5 to 4 means that the acidity is 10 times greater. Okay, അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പ്യുവർ റെയിൻ വാട്ടർ ഈസ് നാച്ചുറലി, നമ്മൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. പ്യുവർ റെയിൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? മൈൽഡ് അസിഡിക് ആണ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് മൈൽഡ് അസിഡിക്, മൈൽഡ് ബേസിക്, ന്യൂട്രൽ, സ്ട്രോങ് അസിഡിക്. ആൻസർ വരുന്നത് മൈൽഡ് അസിഡിക് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അത്. ഇനി നെക്സ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ കമ്മ്യൂണിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് മാസ് മീഡിയ റിലേറ്റഡ്. സോ മാസ് മീഡിയയിൽ നിന്ന് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനും ശ്രമിക്കുക. പക്ഷെ കൂടുതലായിട്ട് ഇതിന്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, കാരണം ഇനി കുറച്ച് ദിവസം കൊണ്ടല്ലേ എക്സാം ഉള്ളൂ, എക്സാം അടുത്തടുത്ത് വരില്ലേ. അപ്പോൾ എന്താ പറയുക, പറ്റുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് ഒരു GK ടോപ്പിക് പോലെയാണ്, കാരണം എന്താ പറയുക, ഇതിന്റെ മുകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അറിയാമല്ലോ. നമുക്ക് പേപ്പർ 2 തന്നെ ധാരാളം ഉണ്ട് പഠിക്കാൻ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 10 യൂണിറ്റ്സ്, പേപ്പർ 1 10 യൂണിറ്റ്സ് അത്യാവശ്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇതാച്ചാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കും. അപ്പോൾ ഇതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായി റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് CBFC ആണ്. CBFC എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഓക്കെ, ആ ഒരു ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കണേ, CBFC. പിന്നെ അടുത്തത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ICT ആണ്. ICT റിലേറ്റഡ് ആയിട്ട് കുറേ എക്കണോണിക് സംഭവങ്ങളാണ് കേട്ടോ. പാൻ, ലാൻ, മാൻ, വാൻ, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാൽവെയേഴ്സ് നമ്മൾ ഇപ്രാവശ്യം റാൻസം വെയർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ട്രോജൻ ഹോഴ്സ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ മാൽവെയേഴ്സിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 250 PYQ സീരീസിൽ ICTയിലെ മാൽവെയർ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സാമിന് ചോദിച്ചു വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ മാൽവെയേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. പിന്നെ അതുപോലെ RAM, ROM, HTML, ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, HTTP, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, CD-ROM, കോമ്പാക്ട് ഡിസ്ക്, റീഡ് ഓൺലി മെമ്മറി, പിന്നെ PDF, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോമാറ്റ്. ഓക്കെ, ഇതെല്ലാം ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ വൈഫൈ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വയർലെസ് ഫെസിലിറ്റി എന്നാണ്. അതുപോലെ IEEE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. ഇത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ IEEE 802.11, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ARPANET റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ARPANET എന്നൊന്ന് നോക്കി വെക്കുക. HTTP, പിന്നെ WWW ഫൗണ്ടർ ആരാന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് തോന്നുന്നു. അതുപോലെ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ.
പിന്നെ അതുപോലെ ഫയർവാൾ എന്താണ്? ഫയർവാൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ആണ്. സോ എന്താണ് ഫയർവാൾ എന്നുള്ളത് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇനി അടുത്ത മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. സോ മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സീരീസ് ആണ് തന്നിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇവിടെ നമ്മൾ റോങ് നമ്പർ മിസ്സിംഗ് നമ്പർ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സീരീസിൽ എല്ലാ നമ്പേഴ്സിൻ്റെ കൂടെയും 1 ആഡ് ചെയ്തിട്ട് എന്താ പറയുക, 1 ആഡ് ചെയ്യുന്ന സമയത്ത് 10 ആണ് വരുന്നതെങ്കിൽ ആ പ്ലേസിൽ നമ്മൾ 0 കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിൽ എത്ര 9 വരുന്നുണ്ട് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള സീരീസിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ 1 ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 10 ആണ് കിട്ടുന്ന ആൻസർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്ലേസിൽ 0 എന്ന് കൊടുക്കണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ കിട്ടിയ പുതിയ ലിസ്റ്റിൽ എത്ര 9 ഉണ്ട് അതാണ് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്കറിയാം 9 കിട്ടണമെങ്കിൽ 1 ആഡ് ചെയ്താൽ 9 കിട്ടണമെങ്കിൽ ആ നമ്പർ ഏതാ? 8 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇതിൽ ഈ ലിസ്റ്റിൽ എത്ര 8 ഉണ്ടെന്ന് നോക്കിയാൽ മതിയില്ലേ? അപ്പോൾ 8 എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ 3 ആയിരിക്കും. ഓക്കെ, ഇതന്നെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കണം കേട്ടോ. നമുക്കറിയാം മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഇതന്നെയാണ് ക്വസ്റ്റ്യൻ എന്ന് അറിയില്ല. എക്സാം കഴിഞ്ഞ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആവറേജ്, ബ്ലഡ് റിലേഷൻ, ബോട്ട് ആൻഡ് സ്ട്രീം, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. 250 PYQ സീരീസിൽ ഉണ്ടത്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആണ്. ഇതിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കും ആക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാല്യൂനെ, മീറ്റർ പെർ സെക്കൻഡിന്റെ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 ചെയ്യണം. ഓക്കെ, ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നേരെ തിരിച്ചിടുക. 5 × 5/18 ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 ചെയ്യണം. 5ഉം 10ഉം കട്ട് ചെയ്ത് പോകും അല്ലേ? 2 എന്ന് കിട്ടും. അപ്പോൾ 2 × 18 എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി 36 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് നേരെ തിരിച്ച് ചെയ്യാം. അതായത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 ചെയ്യണം അല്ലേ? അപ്പോൾ 18 36 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 വരും. 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ, തിരിഞ്ഞു പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 18 × 18/5 ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ ഇൻറ്റു 5/18 ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഹയർ എഡ്യൂക്കേഷൻ ആണ്. സോ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇതിൻ്റെ എല്ലാം ക്രോണോളജീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ 3 വീഡിയോ 250 PYQ സീരീസിൽ ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയസും അതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റുസ, അതായത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ എക്കണോണിം ഒന്ന് നോക്കുക. റുസ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്നാണ്. അത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക കേട്ടോ. പിന്നെ NIEPA ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1962 ഇനി അടുത്തത് NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ NEP 2020 ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്കുക. ഓക്കെ, അതിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ IIT NIT എസ്റ്റാബ്ലിഷ്മെന്റ് ഇയേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഇയറൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ലോജിക്കൽ റീസണിങ്. നമുക്കറിയാം ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ? ഫാലസി റിലേറ്റഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റിലും രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഫാലസി എന്തായാലും പഠിക്കുക, 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ സിലോജിസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ലോജിക്കൽ ഇക്വാലൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പിന്നെ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ലോജിക്കൽ റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഏരിയാസും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ DI ആണെങ്കിലും RC ആണെങ്കിലും ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. DI പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ആ ഒരു ഏരിയയിൽ നിന്നാണ് ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ RC ആണെങ്കിലും ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയാണ്. അപ്പോൾ RC ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് 250 PYQ സീരീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കാണുക കേട്ടോ. സോ നമ്മളിന്ന് ഈ വീഡിയോയിൽ 26, 27 തീയതികളിലായി നടന്നിട്ടുള്ള എക്സാംസിന് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.